64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ സൂര്യകാന്തിയുടെ നിർമ്മാണം പൂർത്തിയായി. 7500 പേർക്ക് ഇരുന്ന് മത്സരങ്ങൾ കാണാനാകും വിധം അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഭീമൻ പന്തലാണ് പ്രധാന വേദിക്കായി ഒരുക്കിയത്. തിരുവനന്തപുരം സ്വദേശികളായ വിജയകുമാറും മകൾ ഗ്രീഷ്മയും ചേർന്നാണ് പന്തൽ നിർമ്മിച്ചിരിക്കുന്നത്. കലോത്സവ വേദികൾക്കും കലവറയ്ക്കുമായി ആകെ 16 പന്തലുകളാണ് ഇരുവരുടെയും മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി 3 നാൾ. കലോത്സവത്തെ വരവേൽക്കാൻ സാംസ്കാരിക നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പടുകൂറ്റൻ പന്തലാണ് ഒന്നാം വേദിയായ സൂര്യകാന്തി. വെയിലും മഴയും മഞ്ഞുമേൽക്കാത്ത ഈ പന്തലിന് പിന്നിലുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. സൂര്യകാന്തിയും പാരിജാതവും നീലക്കുറിഞ്ഞിയും ഒരുങ്ങി. പവിഴമല്ലിയും ശംഖുപുഷ്പവും ചെമ്പകവും മന്ദാരവും ഉൾപ്പെടെയുള്ള വേദികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. SV ഡെക്കറേഷൻസ് ഉടമകളായ തിരുവനന്തപുരം വെള്ളയമ്പലം സ്വദേശി വിജയകുമാറും മകൾ ഗ്രീഷ്മയും ചേർന്നാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായുള്ള വേദികൾ ഒരുക്കുന്നത്. മത്സര നടത്തിപ്പിനായും ഭക്ഷണ വിതരണത്തിനായും ആകെ 16 പന്തലുകളാണ് നിർമ്മിക്കുന്നത്. 45 വർഷത്തിലേറെയായി പന്തൽ നിർമ്മാണ രംഗത്ത് സജീവമാണ് വിജയകുമാർ. ആർക്കിടെക്റ്റായ മകൾ ഗ്രീഷ്മ പഠനം പൂർത്തിയാക്കിയത് മുതൽ അച്ഛന്റെ സന്തത സഹചാരിയായി കൂടെയുണ്ട്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നടന്ന കലോത്സവത്തിലും ഇരുവരും ചേർന്നാണ് വേദികൾ ഒരുക്കിയത്. ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പന്തലിന് ഏത് കാലാവസ്ഥയെയും പ്രതിരോധിക്കാൻ കഴിയും. മറ്റ് വേദികളിൽ ചെയ്യാത്ത ജർമ്മൻ ടെക്നോളജി, ജർമ്മൻ പന്തൽ ലോസ് വർക്ക് എടുത്തുന്ന ജർമ്മൻ കമ്പനിയുടെ ഒരു പന്തലാണ് ഇട്ടിരുന്നത്. അത് ഈ 40 മീറ്ററിൽ തൂണില്ലാത്ത പന്തലാണ്. അത് എവിടെ ഇരുന്നാലും ആളുകൾക്ക് കാണുന്ന രീതിയിലുള്ള പന്തലാണ്. ഈ ജർമ്മൻ പന്തൽ എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചാൽ ഒന്നും ചെയ്യത്തില്ല, പിന്നെ ചൂട് അധികം വരില്ല, തീ പിടിച്ചാൽ കത്തില്ല, അങ്ങനെ ഒരുപാട് ടെക്നോളജിയാണ്. ഒന്നാം വേദിയിൽ 7500 പേർക്കും, രണ്ടാം വേദിയിൽ 6000 പേർക്കും, മൂന്നാം വേദിയിൽ 5000 പേർക്കും ഇരുന്ന് മത്സരങ്ങൾ ആസ്വദിക്കാനാകും. 250-ലധികം തൊഴിലാളികളാണ് വിജയകുമാറിനും ഗ്രീഷ്മയ്ക്കുമൊപ്പം വേദികൾ ഒരുക്കാൻ കൂടെയുള്ളത്. 15 ദിവസത്തിലേറെ സമയമെടുത്താണ് പന്തലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഊട്ടുപുരയ്ക്കായി പാലസ് ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന പന്തലിൽ ഒരേ സമയം 4000 പേർക്ക് ഇരുന്നു ഭക്ഷണം കഴിക്കാം. ആളുകളുടെ സുരക്ഷയും സൗകര്യവും കണക്കിലെടുത്താണ് പന്തൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് ഗ്രീഷ്മ പറയുന്നു. കലോത്സവം ചെയ്തപ്പോൾ ഞങ്ങൾ കണ്ടെന്ന് വെച്ചാൽ ഒരു ഫാമിലിയാണ് ഇതിലേക്ക് വരുന്ന ക്രൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ക്രൗഡ് നിൽക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്യണം. പന്തലായാലും ചെറിയ ഒരു 2000 സ്ക്വയർ ഫീറ്റ് പന്തലുകളല്ല, 10,000 കണക്കിന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം. പ്രധാന വേദി പോലും ഏകദേശം 80,000 സ്ക്വയർ ഫീറ്റിൻ്റെ പന്തലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള വേദികൾക്കും അതേ അല്ലെങ്കിലും 20,000 30,000 സ്ക്വയർ ഫീറ്റ് പന്തലുകളിലും ആണ് പല വേദികളിലും നമ്മൾ ഇട്ട് പോയിരിക്കുന്നത്. അപ്പോൾ തേക്കിൻകാട് തന്നെ 3 വേദികളാണ്. ഈ 3 സ്ഥലത്തും ആകെ ഒരു സ്ഥലത്താണ് നമ്മൾ GA ഷീറ്റ് ഹാങ്ങർ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ജർമ്മൻ പന്തലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പങ്കെടുത്ത ചടങ്ങിൽ പന്തൽ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രധാന വേദിയുടെ കൈമാറ്റം നടന്നു. ഇനിയുള്ള 3 ദിവസം കൊണ്ട് മറ്റ് 16 ഇടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കും. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും റവന്യൂ മന്ത്രി K രാജനും അടക്കമുള്ളവർ ഏവർക്കും കടന്നുവരാനാകുമെന്ന് വിജയകുമാറും മകളും പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.